ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുള്ളൂ. ഡാഡയും മോളും കിടന്ന് ഉറങ്ങുകയാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇച്ചായനുണ്ട്. ഇച്ചായനൊന്ന് ഓഫാണ്. അപ്പം ഞാൻ വേഗം അവരെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ദോശയായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇത് പിന്നെ കൊച്ചിനുള്ള ആപ്പിൾ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തേക്ക് പിന്നെ കറികളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ചെമ്മീൻ കറി, പിന്നെ പോർക്ക് ഒലത്തിയത് ഇച്ചായൻ്റെ സ്പെഷ്യൽ. ദോശയൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴത്തേനും കൊച്ച് എഴുന്നേറ്റ്. പിന്നെ ഇച്ചായനുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇച്ചായനും കൊച്ചും കൂടെ കുറച്ച് നേരം കളിച്ചൊക്കെ കിടന്നു. കളിയൊക്കെ അവസാനിച്ച് കരയണതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. ഇപ്പോൾ കൊച്ചിന് ഫീഡ് ചെയ്യണതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഡേറ്റ്സും ആൽമണ്ടും വാൽനട്ടൊക്കെ തലേ ദിവസം ഇച്ചായൻ ഇട്ട് വയ്ക്കും. ഞാൻ മറന്നുപോകും. കാണുമ്പോൾ എന്തായാലും നമ്മൾ കഴിക്കുമല്ലോ. പിന്നെ ഇതൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാട്ടാ. പ്രത്യേകിച്ച് വാൽനട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അതൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും കഴിക്കും. പിന്നെ ഈ കാണുന്ന വാൾ ഹാങ്ങിങ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ ഞാൻ ചെറിയ ചെറിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും സമയമില്ല ഒന്നിനും. പിന്നെ ലാസ്റ്റിലത്തെ 2 ദോശയിൽ ഞാൻ ബുൾസൈ പോലെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ബുൾസൈ ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേന് സേറ ബേബി പതിയെ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ചെന്ന് കൊച്ചിനെടുത്തു. പിന്നെ ഇച്ചായനും ബ്രഷ് ചെയ്യാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി ഇച്ചായനും ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും ഞങ്ങൾ രണ്ടാളും കൂടെ ചായയൊക്കെ വെച്ചു. പിന്നെ ഇച്ചായൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊച്ചിന് ഇച്ചായൻ്റെ കൊടുത്തിട്ട് ഞാൻ ആപ്പിൾ പ്യൂരി ഉണ്ടാക്കി. ആപ്പിൾ പ്യൂരി ഒന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാട്ടോ സെറമോക്ക്. പക്ഷെ അവൾ കഴിക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആപ്പിൾ പ്യൂരി കൊടുക്കണതിൻ്റെ ഉള്ളിൽ ഇച്ചായന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇച്ചായന് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. പിന്നെ ഇച്ചായൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചു. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മൾ സേറമോളിൻ്റെ കേട്ടോ. അവൾ അവിടെ കിടന്ന് കളിക്കുന്നതാണ്. അങ്ങനെ ഞാനും കഴിച്ചപ്പോഴത്തേന് ഇച്ചായന് വീണ്ടും കോൾ വന്നു. അങ്ങനെ ഇച്ചായൻ വേഗം പോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്ക്. ഇച്ചായൻ പോയത് വണ്ടിയുടെ ഗ്ലാസ്സിന് ടിൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയേ. ഇച്ചായൻ പോയപ്പോഴത്തേനും അവൾക്കൊരു ഉറക്കത്തിൻ്റെ മൂടായിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വാഷ് ചെയ്തിട്ട് ഇതൊക്കെ ഉണക്കാനായിട്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേനും നമ്മുടെ സേറമോൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വേഗം കുളിപ്പിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ച് കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയാക്കി അവളെ. പിന്നെ ഞാൻ അവളുടെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്നു. അപ്പോഴത്തേനും ഇച്ചായൻ വണ്ടിയുടെ ടിൻഡ് അടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചായൻ വന്നു കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ചോറൊക്കെ എടുത്ത് കഴിച്ച് TV ഒക്കെ കണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.